ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളെ പലപ്പോഴും കാണുവാനായിട്ട് നമുക്ക് സാധിക്കാതെ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഭയവും ആശങ്കയുമാണ്. അത് മനുഷ്യരെ വളരെയധികം അസ്വസ്ഥരാക്കുന്നുണ്ട്. പഴയ നിയമത്തിലൂടെ ദാവീദ് രാജാവിനെ നമുക്ക് അറിയാം. ദാവീദിൻ്റെ ജീവിതത്തിൽ അനേക പ്രതികൂലങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ പ്രതികൂലങ്ങളിലെല്ലാം പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ദാവീദ് അതിനെ നേരിട്ടത്. അങ്ങനെ ദാവീദ് എഴുതിയ സങ്കീർത്തനങ്ങൾ അനേകമാണ്. അതിൽ 27-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവ് എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? കർത്താവ് എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. കർത്താവ് പ്രിയരെ, നമ്മളുടെ ജീവിതവും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ. രോഗങ്ങൾ, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ, ജോലിയിടത്തെ അസ്വസ്ഥത, അങ്ങനെ കുടുംബജീവിതത്തിലെ പ്രതിസന്ധികൾ, ഇവയൊക്കെയും നമുക്ക് വളരെയധികം ഭയവും ആകുലതയും വരുത്താറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, കർത്താവിൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? കർത്താവായ യേശു ക്രിസ്തു വെളിച്ചമായി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം അത് ആരിലാണ് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. മനുഷ്യരിൽ നമ്മൾ ആശ്രയം വെച്ചാൽ അതെല്ലാം പരാജയപ്പെടും. ദൈവം എൻ്റെ വെളിച്ചമാണ്, എൻ്റെ രക്ഷയാണ്, എൻ്റെ ബലമാണെന്ന് പൂർണ്ണ മനസ്സോട് നമ്മൾ വിശ്വസിച്ച് ഏറ്റുപറയുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് തരുന്ന ധൈര്യമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ വചനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. ആമീൻ.